क्या अमल? അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്കൊരു അപ്ഡേറ്റ്. അല്ല, ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞതല്ല. എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ എന്തോരം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ നാട്ടിലാ, ഇവിടെയാണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല. മാത്രമല്ല, ഒരു ഞായറാഴ്ചയായിട്ട് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. പോരാത്തതിന് എനിക്ക് പീരീഡ്സ്, അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് നന്നായിട്ടുണ്ട്. യോ എക്സ്ക്യൂസ് പറഞ്ഞതല്ല അമൽ. റിവെഞ്ചോ? എന്താ അമൽ ഇങ്ങനെയൊക്കെ? Okay. I can understand. Give me 10 minutes. Please. ഞാൻ അപ്പോഴേക്ക് അപ്ഡേറ്റ് അയക്കാം. താങ്ക് യു. പാരൻസിൻ്റെ ശ്രദ്ധയ്ക്ക് നാളത്തെ എക്സാമിന് 3ാമത്തെ ചാപ്റ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടി അതുകൂടി പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് കിട്ടണം. മൈനു, മൈനു, എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചത് കേട്ടോ? ഞാനൊരു കോളിലായിരുന്നു. ശരി, കോളൊക്കെ അടക്കട്ടെ. എന്തായിരുന്നു വിളിച്ചേ? എന്തിനെങ്കിലും ആവട്ടെ, വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. മോനെ, രാവിലെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു. ഒന്ന് വന്നേ. അല്ല, ഇവിടെ പണ്ട് പഠിപ്പിച്ചിട്ടേനും ഉള്ളതാണ്. മോനെ കാണുമെന്ന് പറയും. ഒന്ന് വാ. ശരി. മൈനു, നീ ആ ടാബിങ് തന്നെ. പിന്നെ സ്കൂളിൽ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഈ ചാപ്റ്റർ ഇരുന്ന് പഠിച്ചേ നാളത്തെ എക്സാമിന്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന കണ്ടിട്ടേ ഒരു ചായ ഇട്ടേ. അമ്മേ, 10 മിനിറ്റിൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു മക്കാണല്ലേ, നിന്നെ പഠിപ്പിച്ച സാറല്ലേ വന്നിരിക്കുന്നത്. ചെന്നേ. എപ്പോഴും കഥമ്പോ പൂട്ടി അങ്ങ് ഇരിക്കും. ഇന്ന് ഞായറാഴ്ച ഇല്ലേ, എന്താ അവർക്ക്? ചെല്ലേ, വാ. എടീ, അങ്ങനെ നല്ല ചൊറിയാട്ടോ. ഞാനിവിടെ പെട്ടിരിക്കുക. നീ ആ എക്സൽ ഒന്ന് ഫോമാറ്റ് ചെയ്ത് അയച്ചു കൊടുക്കൂ പ്ലീസ്. ഒരു രക്ഷയുള്ള മോളെ, ഞാനിവിടെ പെട്ടിരിക്കും. നീ അവന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടാ. ഞാനിങ്ങനെ രാവിലെ ഇറങ്ങി ചായ ഇട്ട് കൊടുത്തത്. നീ അവിടെ എങ്ങനെയൊക്കെയാണോ? എന്റെ പണത്തെ ദോഷം പറയിപ്പിക്കാൻ വേണ്ടിയാണോ? ജോലിയുള്ള ഒരാൾ ഭർത്താവിന്റെ കാര്യമാണ് നോക്കുന്നില്ല. എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? പച്ചക്കറി ആയാലും എല്ലാത്തിനും വിലയാണ്. ആ മാളു, എന്തൊക്കെയുണ്ട്? സുഖമാണോ? ഓർമ്മയുണ്ട് തന്നെ? എങ്ങനെ മറക്കും? ചായ ഇത്രയല്ലേ പഠിപ്പിച്ചു തുടങ്ങിയതല്ലേ? എന്തുമാത്രം അടി എൻ്റെ നിന്ന് വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ, നല്ല നിലയിലെത്തിയില്ലേ? നല്ല ജോലി, നല്ല ജീവിതം. അതാ ഞാൻ അന്ന് പറഞ്ഞേ,
അടി കൊള്ളുന്നതൊക്കെ നിന്റെ നല്ലതിനാണെന്ന്. ഞാനും ശരിക്കും അടി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ അടിച്ച് തന്നെ വളർത്തിയത്. പിന്നെ കമ്പ് എടുക്കും മുതൽ അവൾ ഓട്ടം തുടങ്ങും. എന്നാലും ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അടി കൊണ്ടാലേ കുട്ടികൾ നന്നാവൂ. അതെ. പണ്ടത്തെ ഓരോരോ കാര്യങ്ങളെ. ഒരു മിനിറ്റേ. ആ. അയ്യോ, ഞാനേ മോളുടെ കല്യാണം വിളിക്കാനാ വന്നത്, മറന്നുപോയി. അവളങ്ങ് പോയല്ലോ. ആ അതിനെന്താ, ഇപ്പൊ വിളിക്കാമല്ലോ. മോനെ, മാളൂനെന്ന് വിളിച്ചേ. മാളു, മാളു, മാളു. അയ്യോ വേണ്ട കേട്ടോ, അവൾക്ക് വേറെ ജോലി ഉണ്ടെങ്കിലോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഞാൻ വിളിച്ചോണ്ട് വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വേണ്ട. ആ. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവാ. ഒരു 5 മിനിറ്റ്സ്. ഇനി 5 മിനിറ്റ്സ് കൂടെ തന്നാ മതി. മാളു, ഓക്കെ, ഇനി ലേറ്റ് ആവില്ല. ഉടനെ അയക്കാം. ആ. എന്താ ഇപ്പൊ കാണിച്ചേ? അത് എന്തോ ഇപ്പൊ കാണിച്ചേ? അത് ഞാൻ വിളിച്ച കേട്ടായിരുന്നു. വിളിച്ച കേട്ടോന്ന്. അത് ഞാൻ പതുക്കെ. നിന്റെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. വിളിച്ച കേട്ടാ വിളി കേൾക്കണം, ഇറങ്ങി വരണം. കേട്ടോ? മനസ്സിലായോ? വാ. മാഡം, മീനാക്ഷി നല്ല ഉഴപ്പാണ്, അതുകൊണ്ടാണ് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ നാളത്തെ എക്സാമിന് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് വിടണം. അയ്യോ, മൈനു, നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടുന്ന് പോയത്? നിനക്ക് പഠിച്ചാലെന്താ? നിന്നെ ഞാൻ ഉണ്ടല്ലോ. അടി കൊള്ളുന്നതൊക്കെ നല്ലതിനാണ്. എല്ലാം നിന്റെ നല്ലതിനാ. ഭർത്താവ് അടിച്ചത് എന്താ കുഴപ്പം? അടിച്ച് വളർത്തിയാലേ എല്ലാം നിന്റെ നല്ലതിനാ. കുട്ടികൾ നന്നാവും. അടി കൊണ്ട് അടി കൊള്ളുന്നതൊക്കെ എല്ലാം നിന്റെ നിന്റെ നല്ലതിനാണ്. നല്ലതിനാ. അടിച്ച് എല്ലാം നിന്റെ വളർത്തിയാലേ നല്ലതിനാ. അമ്മ എന്താ മൈനുവിനെ അടിക്കുന്നില്ലേ? മൈനു പഠിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ ഇതൊക്കെ പറഞ്ഞത്. അമ്മ കരയണ്ട, മൈനു പഠിച്ചോളാം.